പറയുന്നു, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ കർത്താവ് നിന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നു, പ്രതാപവാനായ അവൻ ഇതാ നിന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നു. ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ സ്വർഗീയ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കാനായി ഇതാ കടന്നു വരുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അന്നവരുടെ ദൈവമായ കർത്താവ് തന്റെ അജഗണത്തെ രക്ഷിക്കും. ഇതാ നിങ്ങളെ രക്ഷിക്കുവാനായി, നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് ഇതാ എഴുന്നള്ളിരിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സ്തോത്ര കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കാനായി വന്ന ഈശോയെ കർത്താവേ, നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇത്ര സമയം കർത്താവേ ഇതാ നിന്റെ മക്കളിവിടെ കാത്തിരിക്കുന്നു. ശക്തിയോട് വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തിയോടുകൂടി ഹൃദയം തുറക്കട്ടെ. അധരം തുറന്നുകൊണ്ട് ആരാധന നിമിഷങ്ങൾ സർവശക്തിയോടുകൂടി സകല ബന്ധനങ്ങൾ പൊട്ടട്ടെ. നിങ്ങളുടെ ജീവിതത്തെ തകർത്തിരിക്കുന്ന സാത്താന്റെ എല്ലാ കെട്ടുകളും അനുഗ്രഹിക്കപ്പെടുവാൻ ഹൃദയം തുറന്ന് അധരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീയേ, അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശി ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക.
അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണം. തിങ്കളാഴ്ചകളിൽ കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ നടത്തിയ ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ചൊവ്വാഴ്ചകളിൽ കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. നിന്ന് ആരാധനയിൽ കൂടിയ ആളാണ് പരിശുദ്ധ അമ്മ. കുരിശിൻ്റെ ചുവട്ടിൽ കുറേ നേരം നിന്നായിരുന്നു. നമ്മളും ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന അമ്മയെ ഓർത്തുകൊണ്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. ആദ്യം ദിവ്യകാരുണ്യ തിരുസന്നിധി നിന്നയാളാണ് അമ്മ. കൃപാസനത്തിൽ വരുന്നവരെ അമ്മയെന്നെയാണ് ഓർക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ആരാധനയാണ് അല്ലേ? ഇനി വരാൻ പോകുന്നത് വലിയ അമ്മ മാസമാണ്. അനുഗ്രഹത്തിൻ്റെ വലിയ മാസം, ഒക്ടോബർ മാസം. ഒക്ടോബർ മാസത്തിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗം എന്താണ്? അസാധാരണ പ്രേക്ഷിത മാസമാണ്. എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്ത്. കുറേ നാളായും പാപ്പ ഈ മാസം പ്രഖ്യാപിച്ചിട്ട്. അസാധാരണമായ മിഷൻ മാസം. ഇപ്പം പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന അസാധാരണമായ മിഷൻ മാസത്തിൻ്റെ ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണ്? നിയോഗങ്ങൾ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. പാപ്പ പറഞ്ഞു അസാധാരണമായ ഈ മിഷൻ മാസം പ്രഖ്യാപിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് വിശ്വാസികൾ ദൈവജനം ചെയ്യേണ്ടത്. ഒന്നെന്താണ്? പ്രേക്ഷിത പ്രവർത്തനം. രണ്ടാമത്തത് കാരുണ്യ പ്രവർത്തികൾ. ആദ്യത്തെ എന്താണ്? പ്രേക്ഷിത പ്രവർത്തനം. രണ്ടാമത്തത് എന്താണ്? കാരുണ്യ പ്രവർത്തി. ഇതെന്നെ ഉടമ്പടിയിലുള്ളത് അല്ലേ? അമ്മ 2016 നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ സഭയിൽ ഔദ്യോഗികമായിട്ട് അത് 1 മാസത്തേക്കാണ്. ഉടമ്പടി 1 മാസത്തേക്കല്ലല്ലോ,
ഉടമ്പടിയിൽ എന്ന് വരെ നിങ്ങൾക്ക് നിലനിൽക്കണമെന്ന് നിങ്ങൾ തോന്നുന്നുവോ, നിങ്ങൾക്ക് പറ്റുന്നുവോ അത്രയും കാലം നമ്മൾ അതിൽ നിലനിൽക്കും. ചിലപ്പോൾ 3 മാസമാകാം, ചിലപ്പോൾ 30 മാസമാകാം. അത് നമ്മൾക്കുള്ള സൗകര്യങ്ങളനുസരിച്ചാണ് നമ്മളത് ചെയ്യണത്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കും അതുകൂടി എൻ്റെ സഹോദരൻ അറിയണം. ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോഴേ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴേ ഉടമ്പടി പ്രകാരം നമ്മൾക്ക് എന്താണ് സംഭവിക്കണമെന്ന് കൂടി അറിയണം. എന്താണ് സംഭവിക്കണത്? കർത്താവിൻ്റെ വചനത്തിലുണ്ട്, എല്ലാം നമ്മളെ ശക്തീകരിക്കുക, നമ്മുടെ കഴിവുകൾ. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ. ഇത് സംഭവം ആ വചനം എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ എങ്ങനെയാണ് നമ്മളെ ശക്തമാക്കണതെന്ന് അറിയത്തില്ല, എല്ലാവർക്കും അറിയത്തില്ല. എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഉള്ള മാർഗം എന്താ? ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? എല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ്. ഏറ്റവും Z കാര്യങ്ങൾ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. IVF അല്ലാതെ വേറെ മാർഗം ഒന്നുമില്ലെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ മാതാവ് മെഡിക്കൽ സയൻസിൻ്റെ മുകളിൽ വരും. എന്താ കാര്യം? IVF ഇല്ലെങ്കിലും നിനക്ക് കുഞ്ഞിനെ തരാൻ കഴിയും എന്നാണ്. അതാണ് എല്ലാം ചെയ്യുക എന്ന് പറയണത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ പറഞ്ഞ് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എപ്പോഴും ഞാൻ ജനങ്ങളോട് പറയുന്ന ഒരു വിഷയമുണ്ട്. എന്താ പറയണത്? നിങ്ങളെല്ലാവരും മാതാവിനെ കാണും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം 2004 ഡിസംബർ 7-ാം തീയതി 2:30 ഞാനെല്ലാം നേരിട്ട് അമ്മയെ കണ്ടുള്ളൂ ഇല്ലേ? അതിൻ്റെ സ്ഥിരീകരണം വേണമെങ്കിൽ ജനങ്ങളൊക്കെ മാതാവിനെ കാണണം. 2 തരത്തിൽ മാതാവിനെ കാണാൻ പറ്റും. ഒന്ന് ഉടമ്പടി ചെയ്ത അനുഭവത്തിലൂടെ കാണാം, അല്ലെങ്കിൽ നേരെ ദൃശ്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ദൃശ്യമായ സാന്നിധ്യം കൂടിക്കൂടി വരുന്ന ഒരു കാലമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ദൃശ്യ സാന്നിധ്യമില്ലേ? ഇപ്പോൾ ഇന്നലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. ബഹ്റിൽ വന്ന് സാക്ഷ്യം 5 ദിവസം അവരിവിടെ ഉള്ളൂ. സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന് പോകണവരെ ഇവർ വന്ന് പറഞ്ഞത്, അവിടെ പ്രത്യേക ഒരവസ്ഥയിൽ ബിസിനസ് എല്ലാം ക്ലോസ് ഡൗൺ ആകുകയും ലിസിനെടുത്ത ബിസിനസ്സുകാർ ഓണേഴ്സ് കേസ് കൊടുത്ത് ബ്ലോക്കാക്കി ചാവി അവിടെ കയ്യിലായി പോയി ജോലി പോകാൻ പോകുന്നു. കടം വാങ്ങിച്ച് ആണ് ബിസിനസ് തുടങ്ങിയത്. കടക്കാർ കൂടി പലിശ കയറി വരുന്നു. പക്ഷേ ഉള്ള ജോലി പോലും നഷ്ടപ്പെട്ടു വരുന്നു. അപ്പോഴും നാട്ടിലുള്ള മകനെ കൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അവൻ. പിന്നെ സംഭവിക്കുന്നത്, അവർ കാണുന്നത് സന്ധ്യയായ ഒരു വെളുപ്പിനെ സംബന്ധിച്ച് ഒരു സ്വപ്ന ദർശനമാണോ സ്വപ്നമാണോ എന്നറിയാൻ പാടില്ലാത്ത രീതിയിലൊരു കാഴ്ച കാണും. സിൽവർ ഗ്രേ ഡ്രസ്സ് ഇട്ടിട്ട കുറേ ആൾക്കാർ വരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് ഇവരെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഇവരോട് പറയും, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണെന്ന് പറയും. ഷോ, ആ സാക്ഷി ഇന്നലെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭയങ്കര വലിയ സാക്ഷ്യമായിപ്പോയി. പിന്നെ പിറ്റേ ദിവസം തന്നെ ഈ പൂട്ടിച്ചാവി കേസ് കൊടുത്ത ഓണേഴ്സ് തിരിച്ചു കൊണ്ടുവന്ന് താക്കോല് കൊടുക്കും. ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോഴേ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ആ കുഞ്ഞിനെ രാത്രി ക്യാൻസറായിട്ട് കൊണ്ടുവന്നില്ലേ? ട്യൂബൊക്കെ ഇട്ട് മൂത്രം പോകാതെ കരളിലും ഹൃദയത്തിലുമല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ തോന്നിയ അറ്റ കൈയാണ് തോന്നിയത്. കാര്യം ഇവിടെ പ്രാർത്ഥനയില്ലല്ലോ ആ സമയത്ത്, രാത്രിയല്ലേ. പക്ഷെ കുഞ്ഞല്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാതാപിതാക്കന്മാരാണെങ്കിൽ തകർന്നിരിക്കുകയാണ് അവസ്ഥയാണ്. പിന്നെ എന്താ, അറ്റ കൈയാണ്. എൻ്റെ മനസ്സിൽ മാതാവ് പറയണേ, അമ്മ നിന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാൻ. ഞാൻ കുഞ്ഞിനെ അങ്ങനെ കൈയോടെ മേടിച്ചു കൊണ്ടുവന്ന് അമ്മ നിന്ന സ്ഥലത്ത് വെച്ച്.
വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ലക്ഷണം മാറിയെന്ന് അപ്പം പറഞ്ഞില്ലേ. പിന്നെ പതുക്കെയാണ് ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് വരണത്. മക്കൾ എപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകണം. എന്നുവെച്ചാൽ നമ്മൾ സത്യമായ ഒരു കാര്യമാണ്, വളരെ വിശ്വസ്തയോടെ ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കിടക്കുന്ന സാക്ഷ്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കണം. എന്തിനാണെന്നറിയാമോ? ഈ ചില സമയത്ത് നിങ്ങളുടെ ഒരു വിഷയം നടക്കാൻ വേണ്ടി കുറച്ച് കാലതാമസം വരണമെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ മനസ്സ് ഡൗൺ ആകത്തില്ലേ? മനസ്സ് ഡൗൺ ആകാതിരിക്കാൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു മാർഗമാണ് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും ഇപ്പോൾ ഇന്നലെ ഒരു സഹോദരന് സാക്ഷ്യം പറയും, ഇന്നാണോ ഇന്നലെയാണെന്ന് ഓർക്കണില്ല, ഉടമ്പടി ചെയ്തു പക്ഷേ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വചനം വായിക്കത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ ഒരു പ്രത്യേക ഒരു ഇൻസ്പിറേഷൻ തോന്നി വചനം ഇവിടെ പറയണ പോലെയല്ല, കൂടുതൽ വചനം വായിക്കാൻ തുടങ്ങി. വചനം വായിച്ച് വന്നപ്പോൾ 25 വർഷമായ അലർജി രോഗം ഇയാളെ വിട്ടുമാറി. 25 വർഷം. അപ്പോൾ ഒരു അലർജിക്ക് അറിയാമല്ലോ, 1 വർഷമായാൽ തന്നെ നമ്മൾ പാകലായി പോകും. അപ്പോൾ ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നവർ മാതാവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ശരിക്കും സീരിയസ് ആയിട്ട് ആത്മശോധന ചെയ്യണം. ചില ആൾക്കാർ കളിയായിട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മൾ ദൈവത്തോടല്ലേ പരീക്ഷിക്കണത്. ദൈവത്തിനെ പരീക്ഷിക്കണത് ബൈബിളിൽ പിശാചല്ലേ. വെറുതെ മനുഷ്യന്മാർ പിശാചാകേണ്ട കാര്യമുണ്ടോ? നല്ല ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. എന്തിനാണ് കർത്താവിനെ പരീക്ഷിക്കണത്? ഇപ്പം കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ഒക്കട്ടെ എന്ന രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തോടല്ലേ നമ്മൾ ഉടമ്പടി പരീക്ഷിക്കണത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനായിരുന്നവർ ഉടമ്പടി ചെയ്ത് പിശാചാകും. അങ്ങനെ കുറേ പിശാചുക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉടമ്പടി ചെയ്ത് പിശാചുക്കളാകരുത്. ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അത് എനിക്ക് ആ കണ്ണൂരത്തെ ചേട്ടൻ്റെ സാക്ഷ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഞങ്ങളുടെ തോടലിൻ്റെ, നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, തോടലിൽ ഇങ്ങനെ ഒടിഞ്ഞിട്ട് വിണ്ട് കയറിയിരിക്കുക. നല്ല ഗ്യാപ്പുണ്ട്. ഒരു 2 സെൻറ്റി ഒരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട്. അസ്ഥി ഒടിഞ്ഞിട്ട് 5 അല്ല 8 സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പാണ് ഇപ്പം നേരെ കൂടിയിരിക്കുന്നത് വിത്ത് നോ ട്രീറ്റ്മെൻറ്റ്. ചുമ്മാ ഇത് കൈ ഇളകാതിരിക്കാൻ വേണ്ടി ഒരു കത്രിക പൊട്ടിൻ്റെ ബെൽറ്റ് ഇട്ടിരിക്കണമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ചെയ്തിരിക്കണത് എന്താ? ഉടമ്പടി തൈലം പൂശിയിരിക്കുക. ഉടമ്പടി തൈലം. എന്തുകൊണ്ടാണ് അയാൾക്ക് ആ ഉടമ്പടി തൈലം പൂശിയപ്പോൾ അസ്ഥി കൂടിയത് നിങ്ങൾക്കറിയാവോ? അയാളുടെ വിശ്വസ്തതയാണ്. എന്താ? ഇവിടുന്ന് കണ്ണൂർ ചെന്ന് തലശ്ശേരി ചെന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ 10-40 കിലോമീറ്റർ ബൈക്കിൽ പോകുമ്പോൾ അയാൾ ബൈക്കിൽ പോകുമ്പോൾ 5:30 ആകുമ്പോൾ അയാൾ ബൈക്ക് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അപ്പം ചില ആൾക്കാർ വിചാരിക്കും വീട് ചെന്ന് ചെല്ലാൻ പോരെന്ന് വിചാരിക്കും. പക്ഷെ ആ മനുഷ്യൻ ആ 5:30 എന്നുള്ള സംഭവം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് തൈലം പൂശിയ അസ്ഥി കൂടും. അതാണ് പ്രശ്നം. തൈലം പൂശുമ്പോൾ അസ്ഥി കൂടാൻ കാര്യം എന്താ? തൈലമല്ല വിഷയം. തൈലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അമ്മയാണ് വിഷയം. ഉടമ്പടിയുടെ വിഷയം എന്താണ്? അമ്മയാണ് വിഷയം. സ്തുതിയുടെ ഹല്ലേലൂയ. വീണ്ടും ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടല്ലേ? കാര്യം ഈ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആൾക്കാർ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ ആണ് സാക്ഷ്യത്തിൻ്റെ ഒരു സുവിശേഷ സന്ദേശം എന്ന് പറയണത്. എന്താ പറയണത്? അവരുടെ ഭർത്താവിന് നാട്ടിൽ വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഇപ്പം കുറച്ച് നാളായിട്ട് 2 കാര്യങ്ങൾ ഇവിടെ നടക്കണുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, കൈ വെച്ച് പ്രാർത്ഥിക്കുക വെച്ചാൽ ആരാധന സമയത്ത് കൈ ശരീരത്തെ രോഗമുള്ള ഇടത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടി അവർ സാക്ഷ്യം പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡേറ്റിനെ ദൈവം ഹോണർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡേറ്റ് ഇടുന്നതല്ല പ്രശ്നം, ദൈവം അത് ഓണർ ചെയ്യണം. അത് വലിയ സീരിയസ് വിഷയമാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അരികിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഡേറ്റ് ഇടാൻ ഞാൻ പറഞ്ഞാൽ ആ ഡേറ്റ് അമ്മ ഓണർ ചെയ്യും. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സമയം ഒരു വിഷയമാണ്. ഉടമ്പടി പോലും എന്തിൻ്റെ പ്രാർത്ഥനയാണ്? സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ജീവിക്കണത് എവിടെയാണ്? സമയത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ ഉത്തരവാദിത്തം നിറവേറേണ്ടത് എവിടെയാണ്? സമയത്തിലാണ്. ഇപ്പം PR ആയാലും പാസ്പോർട്ടായാലും ഇൻ്റർവ്യൂ ആയാലും സ്ഥലം വിൽപ്പനയായാലും ഇതൊക്കെ സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പലിശക്കാർ മുടിഞ്ഞ് ആകപ്പാടെ നമ്മൾ നശിച്ചു പോകും. സമയത്തിന് മേൽ നിയന്ത്രണം അധികാരമില്ലെങ്കിൽ നാശമുണ്ടാകും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണത്, കൃപാസനത്തിൽ ലൈവായിട്ട് ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു 14,000 പേരുണ്ട്. ഈ സമയത്തൊക്കെ ആൾക്കാർ എല്ലായിടത്തും ലൈവായിട്ട്, ഇന്നലെയൊക്കെ 3,500 പേരാണ് ഒരേ സമയത്ത് ലൈവായിട്ട് ആരാധന കൂടുന്നത്. അവരെല്ലാം ടൈം ഇടും, ഉടനെ ടൈം ഇടും. സെപ്റ്റംബർ മാസത്തിലെ ടൈം, അല്ലെങ്കിൽ നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ചിലപ്പോൾ കല്യാണമാകാം, മനസ്സമ്മതമാകാം, സ്ഥലമളവാകാം, ഇൻ്റർവ്യൂ ആകാം, പരീക്ഷയാകാം. ആ ടൈം അങ്ങോട്ടിട്ടേക്കും, നേരെ മൊബൈലിൽ ഫീഡ് ചെയ്യും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ലൈവായിട്ട്, ഇവിടെ വരാത്ത ദിവസങ്ങളിൽ ലൈവായിട്ട് കൂടുമ്പോൾ തന്നെ ആ ആരാധന സമയം കയറിയിട്ട് ലൈവായിട്ട് ഡേറ്റ് ഇട്ടേക്കണം. ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ സമയം ഞാൻ ആരെ ഏൽപ്പിക്കുന്നു? അമ്മയെ ഏൽപ്പിക്കുന്നു. സമയം ആയില്ലെന്ന് ഈശോ പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ഇല്ലേ? സ്വാഭാവികമായും നിൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണത്. അവൻ പറയണത് പോലെ, അവൻ പറഞ്ഞതാണ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അവൻ പറഞ്ഞതാണ് ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അവൻ പറഞ്ഞതായിരുന്നു ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അവൻ പറഞ്ഞതായിരുന്നു എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് നമ്മൾ സമയത്തിൻ്റെ മേൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ അധികാരം സ്ഥാപിക്കുകയാണ് നമ്മൾ. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മൾ ആരുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്? ദൈവവുമായിട്ടാണ് ബന്ധം. ഇന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ മാനേജറിനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. മാനേജർ നമ്മളുമായിട്ട് ബന്ധമില്ല, നമ്മൾ വേറൊരാളുമായിട്ട് ബന്ധമായിപ്പോയി. ആ സാക്ഷ്യമൊക്കെ എന്ത് രസമെന്നറിയാം. ഇന്നത്തെ കാലത്തുള്ള സാക്ഷ്യങ്ങൾ ഇന്ന് ഒന്നാമത്തെ മനുഷ്യന് ഭയങ്കര വിദ്യാഭ്യാസമാണ്. അത് കാരണം നന്നായിട്ട് പറയാനറിയാം, പിന്നെ അഭിഷേകവും ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ സാക്ഷ്യങ്ങളെക്കാൾ ഇടിപെട്ട സാക്ഷ്യങ്ങളാണ് ജനങ്ങൾ പറയണത്. അതിൻ്റെ അകത്ത് സുവിശേഷം പറയുന്നില്ലേ അവർ വചനം പറയണ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറിൽ കയറി എനിക്കും നിന്നെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാൻ എന്നെയും അനുഗ്രഹിക്കണമേ, എന്നെയും അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം ഭർത്താവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണത്? നേരത്തെ ചോദിച്ചു, മാനേജർ എന്നാ പറഞ്ഞു, എന്താ നിങ്ങളുടെ അവസ്ഥ? ഓ, കഥയൊന്നുമില്ല, ഒന്നും നടക്കുമെന്ന് തോന്നണില്ല എന്ന് പറയും. അപ്പോൾ അതാണ് പിന്നീട് പറയണത്, ഇനി നിങ്ങളെ മാനേജറിനോട് ചോദിക്കാൻ നിൽക്കണ്ട. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിൻ്റെ ലെവൽ മാറിയിട്ട് അതൊരു വിശ്വസ്തതയുടെയും ശരണത്തിൻ്റെ ലെവലിലോട്ട് മാറുന്നുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മുടെ ഈ സ്റ്റെപ്പൊന്ന് മാറ്റിപ്പിടിക്കണ എപ്പോഴും നല്ലതാണ്. വിശ്വാസം കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടനെ ശരണത്തിലോട്ട് കിടക്കും. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. നിന്നെ ശരണം എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യമല്ലേ, അല്ലേ? പുത്രൻ തമ്പുരാൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ ശരണമെന്ന പുണ്യമുണ്ടായി. അപ്പോൾ പുണ്യമുണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം?
വർദ്ധിക്കണം, വളരണം. ആ പുണ്യമാണ്. അതെന്താ വളരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കും. ദൈവിക പുണ്യങ്ങൾ വഴിയാണ്. ഇപ്പം നമ്മൾ വളരണത് എങ്ങനെയാണ്? നമ്മൾ വളരണത് എങ്ങനെയാണ്? ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. ശരീരം എങ്ങനെ വളരണത്? മറ്റ് ശരീരം നമ്മൾ കഴിച്ചിട്ടാണ് ഈ ശരീരം വളരണത്. പയർ ഒരു ശരീരമല്ലേ, അല്ലേ? ഒരു ചെടിയുടെ ശരീരമാണ് പയർ, ഒരു ചെടിയുടെ ശരീരമാണ് ചോറ്, അല്ലേ? ഇപ്പോൾ ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. നമ്മുടെ ശരീരം വളരണത് വേറെ ശരീരം കഴിച്ചിട്ടാണ് വളരണത്. ആത്മാവ് വളരണത് എങ്ങനെയാണ്? പുണ്യങ്ങൾ കൊണ്ടാണ് വളരുന്നത്. അപ്പോഴൊരു കാര്യം വിശ്വാസം കൊണ്ട് ആത്മാവ് വളരും. ഇപ്പോൾ ചില കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് പിന്നെ സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രത്യാശ എന്ന പുണ്യം കൊണ്ടാണ് നമ്മളെ വളർത്തുന്ന ദൈവം. ആധ്യാത്മികമായിട്ട് നമുക്കൊരു കാര്യം താമസിക്കുന്നത് ലാഭമാണ്. ആത്മീയമായിട്ട് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് താമസിക്കുന്നത് ലാഭമാണ്. 24-ാമത്തെ വയസ്സിൽ നടക്കുന്ന കല്യാണവും 30-ാമത്തെ വയസ്സിൽ നടക്കുന്ന കല്യാണവും തമ്മിൽ ശാരീരികമായിട്ട് നല്ലത് 24 വയസ്സിലും ആത്മീയമായിട്ട് നല്ലത് 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിൽ കല്യാണം നടത്തിയതുകൊണ്ട് ശാരീരികമായിട്ട് നല്ല, ആത്മീയമായിട്ടും 24-ാം വയസ്സിൽ കല്യാണം നടത്തുന്നത് കൊണ്ട് ശാരീരികമായിട്ട് നല്ലതെന്ന് പറയാൻ കാരണം നമുക്കൊരു 10-40 വയസ്സാകുമ്പോൾ 40-50 വയസ്സാകുമ്പോൾ തന്നെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തും. ആ ഒരു കണക്ക് ഫിസിക്കലേ ഉള്ളത്, അതിന് ഫിസിക്കലേ ഉള്ളത്. പക്ഷേ തീരുമാനിക്കണ ആരാണ്? അന്തിമമായിട്ട് തീരുമാനിക്കുന്ന ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ തീരുമാനമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ തീരുമാനമല്ല. നമ്മുടെ തീരുമാനമാകുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ്. സുദ്ഗഡ ഹല്ലേലൂയ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. ഇന്നലെ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം എന്നാ പറഞ്ഞെന്നറിയാവോ? അതായത് അവർക്ക് ഓരോ ദിവസവും ഉടമ്പടിയിൽ പുരോഗമിച്ചപ്പോൾ അവർ ലൈറ്റ് ക്യാൻഡിലാണ് ചെയ്യണത്. അന്യരാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ലൈറ്റ് ക്യാൻഡിലാണ് ചെയ്യണത്, ആദ്യം ചെയ്യണത്. അപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ അമ്മ ഓൺലൈനിലാകും. കാര്യം എന്താണ്? അത് ഓൺലൈൻ പ്രെയറാണ്. അതിൻ്റെ ശക്തി എന്താ ശരിക്കും പറഞ്ഞാൽ? ലൈറ്റ് ക്യാൻഡിലിൻ്റെ നമ്മുടെ 1-2 കോടി ജപമാലയുടെ നിക്ഷേപമാണ് അതിൻ്റെ ആസ്തി എന്ന് പറയണത്. ചുമ്മാ അല്ല, അതിന് പെട്ടെന്ന് ഗുണം കൊണ്ടാണത്. കൃപാസനം തുടങ്ങിയ കാലം മുതൽ ഒത്തിരി ജപമാല റാലി നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജപമാല റാലി നടത്തുന്നത് നമ്മളാണ്. കഴിഞ്ഞ കൊല്ലം 37,000 പേരാണ്. ഈ കൊല്ലം 50,000-നും 60,000-നും ഇടക്കാണ് ആൾക്കാർ. 60,000 പേര് ഇവിടുന്ന് ഈ 15-20 കിലോമീറ്റർ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു 6 ലക്ഷം ജപമാല കിട്ടും. ഈ 6 ലക്ഷം ജപമാല നമ്മൾ കൃപാസനത്ത് ഒന്നും എടുക്കണില്ല. അമ്മയോട് കഴിഞ്ഞ പോലെ പറഞ്ഞായിരുന്നു, അമ്മ ഇതൊക്കെ മിഷന് വേണ്ടി കേട്ടോ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും വേണ്ടെന്ന് തോന്നുന്നു. കാര്യം മിഷനെക്കുറിച്ച് വല്ലാത്തൊരു വേദനയാണ്. മിഷൻ വളരണം, കർത്താവിനെ അറിയാത്തവർ അറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം. അതുകൊണ്ട് പറയും മിഷൻ എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ, അന്യരാജ്യങ്ങളിലൊക്കെ ഈശോനെ അറിയാനോ അറിഞ്ഞ് മാർഗമില്ലാതിരിക്കുന്നവരുണ്ട്. അവർക്ക് അവരുടെ ആത്മസ്ഥിതി അപകടത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനും അവർക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജപമാല റാലി കാഴ്ചവെക്കണത്. നമുക്കൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ആ ബ്രദറിൽ നിന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ ഇപ്പം തന്നെ നിയോഗം വെക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പം അച്ഛന് പറയാനുള്ളത് നിങ്ങളുടെ നിയോഗം മാത്രം വെച്ചാൽ പോരാ, സഭയുടെ പൊതു നിയോഗം വെക്കണം. സഭയുടെ പൊതു നിയോഗം നമ്മൾ ആദ്യകാലം മുതൽ വെക്കുന്ന കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും അമ്മ നമ്മളോട് നേരത്തെ പറഞ്ഞു തരണത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എപ്പോഴും ഒരു കേരളം മുഴുവൻ ഞാൻ ഇപ്പോൾ കണ്ണൂരുകാർ ഒത്തിരി പേരിവിടെ ഉണ്ട്. പക്ഷേ കുഞ്ഞിമംഗലത്ത് ഞാൻ ധ്യാനം നടത്തുന്നത് 15 കൊല്ലം മുമ്പാണ്. കുഞ്ഞിമംഗലത്ത് കണ്ണൂർ ഞാൻ ധ്യാനം നടത്താൻ വന്നത്, കുഞ്ഞിമംഗലത്ത് വന്നത് ജപമാല ജീവിത ദർശന ധ്യാനം നടത്താൻ വേണ്ടി വന്നതാണ്. ഇന്ന് ട്രിവാൻഡ്രത്തുകാർ ഇവിടെയുണ്ട്. പുത്തൻതോപ്പിൽ വന്ന് ജപമാല ജീവിത ദർശന ധ്യാനം നടത്തിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാങ്കുടിയിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെയും വന്നില്ല. ഇനി കേരളത്തിൻ്റെ 107 കേന്ദ്രങ്ങളിൽ ജപമാല ജീവിത ദർശന ധ്യാനം നടത്തി കഴിഞ്ഞപ്പോഴാണ് അമ്മ അഖണ്ഡ ജപമാല തന്നത്. വ്യവസായം ഇവിടെ വരണതും അത് നടത്താൻ കാര്യവും. ആ കാലം അത് 2003 മുഴുവനും ഇവിടെ ജപമാലയായിരുന്നു. ഇപ്പം ഓർത്തഡോക്സിലെ സജ്ജി മാത്യു എന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ ജപമാല എൻ്റെ കസിൻസിനോട് ചോദിച്ച് പഠിച്ചു എന്ന്.
അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ ത്രില്ലടിക്കാൻ കാര്യം എന്താ? അമ്മ ഒരു ശക്തിയായിട്ട് ആ മനുഷ്യനിലേക്ക് ആവശിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലകളിലേക്കും അടഞ്ഞുപോയ കച്ചവടമൊക്കെ ഇന്ന് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുകയും പുതിയ ബിസിനസ് കിട്ടുകയും അമ്മ ഭൗതിക മേഖലകളെല്ലാം സ്പർശിക്കും. ആധ്യാത്മിക മേഖല മാത്രമല്ല, കുടുംബത്തിൽ അപമാനം വരാൻ പോകുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്മ നിൻ്റെ അഭിമാനമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധി നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അവർക്ക് വീഞ്ഞില്ല, അവരപമാനപ്പെടാൻ പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഈശോയ്ക്ക് നിഷേധിക്കാൻ പറ്റാത്ത ശക്തിയുടെ മധ്യസ്ഥതയാണ് അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന. സ്തുതിയുടെ ഹല്ലേലൂയ. ശാശ്വതമേ മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്ക് ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം വിശ്വസിക്കുന്നവരെ അതങ്ങോട്ട് വെടിപ്പായിട്ട് വിശ്വസിക്കണം. വിശ്വാസം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂട്ടണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ചില പ്രയാസങ്ങൾ വരുമ്പോൾ വിശ്വാസം കിട്ടാണ്ട് വരും, ക്ലച്ച് പിടിക്കാണ്ട് വരികയെ ചില സമയത്ത്. കാരണം വീട്ടിൽ നാട്ടുകാരൊക്കെ ഉണ്ടാക്കിയെങ്കിൽ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ അതിനകത്ത് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിച്ച് വിടം വരെ എത്തിയല്ലേ, ഇങ്ങനെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ കുളുകൾ വർത്താനം പറഞ്ഞ് നമ്മളെ കുളമായി കളയും. അപ്പം അതുകൊണ്ട് ആ സമയത്തൊക്കെ നീ മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം നീ ഇവിടെ വരുമ്പോൾ നീ ദൈവത്തെ കാണുകയാണ്, അറിയുകയാണ്. ഇപ്പോൾ ഒരു ചേച്ചി എന്നാ പറഞ്ഞത്, ഞാൻ മുറി അടിച്ചിട്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കൂടെ നിൽക്കുന്നവർ നീ ഇതിനകത്താണ് മുറി അടിച്ചിരിക്കണത്? അപ്പോൾ എൻ്റെ മനസ്സ് പറയുകയാണ്, ഞാൻ ഡേറ്റ് ഇട്ടായിരുന്നു അമ്മയെടുത്ത്, ആ ഡേറ്റിന് ഹസ്ബൻഡ് വരാൻ സാധ്യതയൊന്നും ഇല്ലെന്നറിയാം. അതും നമുക്കറിയേണ്ട കാര്യമില്ല. കമ്പനിക്കാർ പറയണത് മാനേജർ പറയുന്നതല്ല വിശ്വസിക്കുന്നത്, അമ്മയുടെ വാഗ്ദാനങ്ങളിലാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്, കയറി വരും എന്ന് പറയും. എന്നതിൻ്റെ അർത്ഥം എന്താ? അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു നോട്ട് കിട്ടും. അത് ഭയങ്കര ഈ ദൈവിക മേഖല ജീവിക്കുന്നത് ഭയങ്കര ത്രില്ലടിക്കുന്ന പരിപാടിയാണ്. ആളവിടെ നിന്ന് മൂവാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഇമെയിൽ വരും, ചെറിയ ഒരു അത് ആ മേഖലയിൽ നിങ്ങൾക്ക് വരാം. ഇത് ഉടമ്പടി നിങ്ങൾ ശരിക്കും കലർപ്പില്ലാതെ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച് ചെയ്ത ദൈവത്തിൻ്റെ മണം വരും, ദൈവത്തിൻ്റെ ഗന്ധം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഒരിക്കലും അനുഭവിക്കാത്ത രീതിയിൽ. കാര്യം അമ്മയെ സംബന്ധിച്ചിടത്തോളം കുറേ സ്വാതന്ത്ര്യമുണ്ട്. എന്താ കാര്യം? അമ്മ നമ്മളുടെ ആളാണ്, മനുഷ്യപ്രകൃതിയിലുള്ള ആളാണ്. അമ്മയെ സൃഷ്ടിച്ചതാണ്, നമ്മളെപ്പോലെ സൃഷ്ടിച്ചതാണ്. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് അമ്മ അമലോത്ഭവമായത്. അപ്പം മനുഷ്യപ്രകൃതിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മനുഷ്യപ്രകൃതിയുടെ എല്ലാ മേഖലകളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൂടെ. അതുകൊണ്ടാണ് ലൂർദിലും ഫാത്തിമയിലും കൃപാസനത്തിലും എല്ലായിടത്തും അമ്മയുടെ സാന്നിധ്യം, പ്രത്യക്ഷ സാന്നിധ്യം വരണത്. അപ്പം അതുകൊണ്ട് നീ അമ്മയുടെ മധ്യസ്ഥത്തിൽ നീ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ നിൻ്റെ വീട്ടിൽ വരും. ചിലപ്പോൾ ദൃശ്യ സാന്നിധ്യത്തിൽ വരും, ചിലപ്പോൾ അദൃശ്യ സാന്നിധ്യത്തിൽ വരും. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം നീ അത് ഏത് രീതിയിൽ എടുക്കുന്നു. ചില ആൾക്കാർ വളരെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കും. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ചെറുപ്പം ഉടമ്പടി തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ പിന്നീട് അവരത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ അല്പം തെറ്റിപ്പോയാലും പിന്നീട് അതത് കറക്റ്റ് ചെയ്തിട്ട് അതേപടി പോവുകയാണ്. അതേപടി പോകുമ്പോൾ അടയാളങ്ങൾ കാണും. നമ്മൾ സത്യസന്ധമായിട്ടാണ് വിശ്വസിക്കണമെന്ന് ദൈവത്തിന് തോന്നുക ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒക്കട്ടെ എന്ന് അങ്ങനെ അതാണ് ഏറ്റവും വലിയ അപകടം. ഒക്കാൻ വേണ്ടിയല്ലേ ഉടമ്പടി ചെയ്യണത്. ഒക്കട്ടെ എന്നല്ല, ഒക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത്. ഈ ഉടമ്പടി കാര്യം മാത്രമല്ല, കർത്താവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പലതരത്തിൽ നിങ്ങളെ ദൈവത്തിനെ നിങ്ങളെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ബൈബിൾ എന്താ പറയണത്? ഇപ്പം 8:32 വായിക്കത്തില്ലേ?
റോമ 8:32 നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. കാര്യം എന്താണ്? ദൈവം നമുക്ക് തരാൻ സന്മനസ്സുള്ളത്. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടിയാൽ, അവനെ മാറ്റി നിർത്തി ചോദിക്കാതിരുന്നാൽ മതി. ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണത് എന്താണ്? റോമ 8:32 അനുസരിച്ച് ചോദിക്കുമ്പോൾ നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ പറഞ്ഞ് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടി സമസ്തവും നമുക്ക് നൽകുകയില്ലേ? നമ്മൾ ഈ നിബന്ധനകൾ പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ വചനമായതുകൊണ്ടാണ്. അവൻ്റെ വചനം പാലിക്കുമ്പോഴും നമ്മൾ ഉടമ്പടി പാലിക്കേണ്ടത് ആരുടെ കൂടെയാണ്? അവനോട് കൂടെയാണ്. അവനെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞോ. എന്നാ സാക്ഷ്യം പറഞ്ഞതറിയാവോ? അതായത് അവിടെ മനസ്സിലെപ്പോഴും ഉടമ്പടി ചെയ്തതിന് ശേഷം ജെറമിയ 32:40 ഇങ്ങനെ വരും. എന്താ? ഞാൻ നിന്നോട് ശാശ്വതമായ ഒരു ഉടമ്പടി ചെയ്യും, നീ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഭക്തി ഞാൻ നിന്നിൽ നിക്ഷേപിക്കുമെന്ന്. ഭയങ്കര വചനമാണ്. ഇപ്പം വീട്ടമ്മമാരാ വചനം പറയണത്. കേട്ടില്ല? ഇവിടെ തന്നെ എത്ര പേര് വചനം പറഞ്ഞു? ഒരു ചേട്ടൻ ഇന്ന് വന്ന് പറഞ്ഞു കേട്ടില്ലേ? ഒരു ചേട്ടൻ്റെ ഇന്ന് എന്താ പറഞ്ഞിരിക്കണത്? മത്തായി 28:18 എന്താണ്? യേശുക്രിസ്തു ഈശോ പറഞ്ഞു, എല്ലാ അധികാരവും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്നറിയാവോ? 1 കൊരിന്ത്യസ് 15:27 അത് ആ ചേട്ടായി ആ വചനം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ വചനം എന്താണ്? 1 കൊരിന്ത്യസ് 15:27 എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞേ. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ സമസ്തവും ദൈവത്തിൻ്റെ അധീനമായതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? ദൈവം സമസ്തവും ആരുടെ പാദത്തിന് കീഴിലാക്കിയോ അവനാണ് എന്നെയും നിന്നെയും ശക്തിപ്പെടുത്തുന്നത്. കൈയടിച്ച് കിടത്താൻ ഞാൻ ശാശ്വതമായ ഉടമ്പടി ചെയ്യാം. എന്നിൽ നിന്ന് അവൻ പിരിഞ്ഞു പോകാതിരിക്കാൻ, അവർ പിരിഞ്ഞു പോകാതിരിക്കാൻ എൻ്റെ ഭക്തി ഞാൻ അവിടെ ഹൃദയത്തിലെ നിക്ഷേപിക്കാം. ഇപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമാണ് അല്ലേ ഭക്തി എന്ന് പറയണത്. നമ്മൾ ഭക്തിയായിട്ട് നമ്മൾ കാണിക്കുന്നത് കൈകുപ്പും കമഴ്ന്ന് വീണും അങ്ങനെയുള്ള ശരീരഭാഷകളാണ്. പക്ഷേ ഭക്തി ബേസിക്കായിട്ട് എന്താണ്? സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം. വെറുതെ സ്നേഹമല്ല, കമ്മിറ്റഡ് ലവാണ് ഭക്തി. എന്നാൽ അതായത് ഇപ്പം രക്തം അർത്ഥം എന്താ? ഒട്ടിപ്പിടിക്കണത് എന്ന അർത്ഥം അല്ലേ? രക്തം ഒട്ടിപ്പിടിക്കണത്. ഭക്തി ഭഗവാനോട് ഒട്ടണത്, അതാണ് ഭക്തി. ദൈവത്തോട് ഒട്ടുന്നതിനാണ് ഈ ഭക്തി എന്ന് പറയണത്. ദൈവത്തോട് ഒട്ടണത് എങ്ങനെയാ? ഉടമ്പടി പ്രകാരമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ അത് ഭക്തിയാണ് ശരിക്കും. നമ്മൾ മുട്ടനിക്കണ മാത്രമല്ല, നിങ്ങൾ ഇന്ന് കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞത് എന്താണ്? ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് ഭക്തിയാണ് ശരിക്കും. ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമ. ബേസിക്കായിട്ട് ക്ഷമ എന്താ? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. ക്ഷമയെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? സഹിക്കും. ആരെങ്കിലും അപമാനമോ നിരാശ നമുക്ക് തന്നിരിക്കുന്ന, ഇപ്പം കടം മേടിച്ചു തന്നില്ല, അവർ നമ്മളെന്താ പറയണത്? ഞങ്ങൾ ഇവിടെ നിന്ന് വെയിലും പൊളിച്ച് പോകാൻ പോകണം, നിങ്ങൾക്ക് മേടിക്കാൻ പറയും. അപ്പം നമ്മളോർക്കും ദൈവം ഇതിനൊക്കെ വല്ല പാമ്പും കടിച്ച് എത്താൻ മതി എന്ന് പറയും. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. എന്താ കാര്യം? അപ്പം നമ്മൾ ചോദിക്കും, നമ്മൾ പറഞ്ഞത് ശരിയല്ലേ, നീതിയല്ലേ പറയണത്? നമ്മൾ കാശ് കൊടുത്തതല്ലേ? നമ്മളെ കടിക്കാൻ വെച്ച കാശ് കൊടുത്തിട്ട് ഇപ്പം കാശ് കൊടുത്ത് കടിക്കണ പാമ്പിനെ മേടിച്ച പോലെ ആവില്ലേ? മുടിഞ്ഞു പോട്ടെന്ന് പറയാം. ശാപങ്ങളുണ്ടെങ്കിൽ ഒട്ടിപ്പുണ്ടാകത്തില്ല. ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ ഒട്ടകത്തില്ല, ഭക്തി ഉണ്ടാകത്തില്ല. അതാണ് അവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചപ്പോൾ കർത്താവ് അത് ചെയ്തു. എന്താ കാര്യം? ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടി, ഭക്തി ഉണ്ടായി. ഭക്തി എന്ന് പറഞ്ഞാൽ ഒട്ടുക എന്ന അർത്ഥം.
ഒട്ടാതെ വിട്ടു നിൽക്കുന്ന അഡ്ഹേസീവ് പവർ അങ്ങോട്ട് പോകും. ഒട്ടി നിന്നാൽ മാത്രമേ ഞാൻ അവനെ കേൾക്കും. കാരണം എന്താണ്? അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ടെന്ന് പറഞ്ഞ് ബൈബിൾ പറയുന്നുണ്ട്. അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ താങ്ങി നിർത്തും, അവനെ ഉയർത്തുവെന്ന. അപ്പോൾ നമ്മുടെ ഉയർച്ച എപ്പോഴും വരണത് ഒട്ടി നിൽപ്പിൽ നിന്നാണ് വരണത്. ഒട്ടി നിൽക്കുമ്പോൾ ഒട്ടൽ പോണത് എങ്ങനെയാണ്? വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, മദ്യപാനം, മധുരോത്സവമൊക്കെ വരുമ്പോൾ ഒട്ടലം കണ്ടു പോകും. ഭക്തിയാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ ഭക്തിയാണ് അത് വഴി പോണത്. അപ്പോൾ ഭക്തി പോകാതെ ഇപ്പോൾ തിന്മയിലൂടെ എന്താ സംഭവിക്കണത്? ഭക്തി പോകും. ഭക്തി പോയാൽ ഉടമ്പടി പോകും. ജെറമ്യ 32:40 എന്ന് പറയുമ്പോൾ ഞാൻ ശാശ്വതമായ ഉടമ്പടി വരണത് എങ്ങനെയാണ്? ഭക്തിയിലൂടെയാണ് വരണത്. ഭക്തി എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനങ്ങളോട് ഒട്ടി നിൽക്കുന്നതിലൂടെയാണ് ഭക്തി വരണത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മളെ കേട്ടോണ്ടിരിക്കണ എന്താ? നമ്മളുടെ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും. നിങ്ങൾ പത്രം വാങ്ങിച്ചു കൊടുക്കണില്ലേ? അതെന്താ ശരിക്കും പറഞ്ഞാൽ? പ്രാർത്ഥന പോലെ ഭക്തിയുടെ ഭാഗമാണ്. അത് ഭക്തിയുടെ ഭാഗമാണത്. കാര്യം എന്താണ്? ഭക്തി ദൈവവുമായിട്ടുള്ള ഒട്ടലാണ്. ഒട്ടലിൻ്റെ ഗുണം എന്താ? നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കും. നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. ഇപ്പം യോഹന്നാൻ 15:7 അനുസരിച്ച് ഭക്തിയുടെ പേരിലാണ് നമുക്കിഷ്ടമുള്ളത് ചോദിക്കുക. പക്ഷെ ഭക്തി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ചുമ്മാ പ്രാർത്ഥനാ സമയത്ത് കാണിക്കുന്ന കാലം കയ്യുമുള്ള ഏർപ്പാടായിട്ടാണ് ഭക്തി മനസ്സിലാക്കണം. അല്ല, ഭക്തി വിശുദ്ധി കർമ്മമാണ്. ശരിക്കും ഭക്തിമാർഗം നമ്മളെ എത്തിക്കണത് എവിടെയാണ്? കർമ്മമാർഗത്തിലേക്കാണ് എത്തിക്കുന്നത്. കർമ്മമാണ് കറക്റ്റ്. ഭക്തിക്ക് അനുപേക്ഷണീയമായിട്ടുള്ള കർമ്മങ്ങളാണ്. പ്രേക്ഷിത പ്രവർത്തനം. ഭക്തി ദൈവത്തോടും പ്രവർത്തനം മറ്റു മനുഷ്യരോടും ആണ് ചെയ്യണത്. അപ്പോഴാണ് കഴിവ് വർദ്ധിക്കണത്. ഭക്തി ദൈവത്തോട് കാണിക്കുമ്പോൾ അതിൻ്റെ ദൈവത്തോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനോട് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണിക്കണം. അങ്ങനെയാണ് നമ്മളുടെ കഴിവ് വർദ്ധിക്കണത്. ബൈബിളിലെ പ്രധാനപ്പെട്ട വാക്കിലൊന്നാണ് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. യോഹന്നാൻ 1:12 അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അതിൻ്റെ അർത്ഥം ശക്തി നൽകിയെന്നാണ്. എന്ന് പറഞ്ഞ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള ശക്തി നൽകി. അങ്ങനെയാണ് എന്നെ ശക്തനാക്കുന്നവൻ്റെ കൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയണത്. യോഹന്നാൻ 1:12 ഫിലിപ്പിയർ 4:13 കണക്റ്റഡാണ്. നമ്മളെങ്ങനെ ശക്തീകരിക്കണത്? ചുമ്മാ ഇരുന്ന ശക്തീകരിക്കുമോ? ഇല്ല. എങ്ങനെ ശക്തീകരിക്കും? അവൻ്റെ നാമത്തെ വിശ്വസിക്കണം. ചുമ്മാ വിശ്വസിച്ചാൽ മതിയോ? വിശ്വാസം ഉണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ദ ഫെയ്ത്ത് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ്. വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം നീതീകരിക്കപ്പെടണം. വിശ്വാസം നീതീകരിക്കപ്പെടാത്ത വിശ്വാസം റിജക്റ്റഡ് ആണ്, ഡാമേജ് ഐറ്റമാണ്. നീതീകരിക്കപ്പെടാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തികളില്ലാത്ത വിശ്വാസമാണ്. യാക്കോബ് 2:24 വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളിലൂടെയാണ്. ഉടമ്പടി പ്രവൃത്തികളുടെ പർദീസയാണ്. എന്താ കാര്യം? അവിടെ കാരുണ്യ പ്രവൃത്തിയുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്, ആധ്യാത്മിക പ്രവർത്തനങ്ങളുണ്ട്, സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്. മൊത്തം പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനം എവിടെ കൊണ്ട് എത്തിക്കും? നിന്നെ ദൈവത്തോടുള്ള ഭക്തിയിലും ദൈവത്തോടുള്ള അനുരക്തതയെ കൊണ്ട് എത്തിക്കും. അങ്ങനെ ദൈവം നീയും തമ്മിൽ ഒരുമിച്ച് വസിക്കുമ്പോൾ യോഹന്നാൻ 15:7 പറയണത് പോലെ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് പറയുമ്പോൾ
ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ സമൃദ്ധമായ വിളവ് നൽകും. എൻ്റെ വചനം നിങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറയും. ആ ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുന്നതാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ കഴിയണത്. നമ്മൾ ശക്തീകരിക്കപ്പെടുന്നത് യോഹന്നാൻ 1:12 അനുസരിച്ച് കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന പോലെയാണെങ്കിൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് യാക്കോബ് 2:24 അനുസരിച്ച് കൊണ്ട് വിശ്വസിക്കുന്നത് പ്രവൃത്തി മൂലമാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഉടമ്പടി തുറന്നു വെച്ചിരിക്കുന്നത്. ഇക്കാലങ്ങളിലും വരാൻ പോകുന്ന കാലങ്ങളിലും ഇതിനിടക്ക് ചില നീക്കുപോക്കുകൾ വരണത്, ഇപ്പം സാക്ഷ്യം പറഞ്ഞവരും അല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. എപ്പോഴും ഉടമ്പടി ഇരിക്കുന്ന ഒരു എളിമ എന്ന് പറയുന്നൊരു വലിയ സംഭവമുണ്ട്. എളിമ. ഇപ്പം നമ്മൾ അമ്മയുടെ സുവിശേഷമാണ് ഫോളോ ചെയ്യണത്, മാതൃക. അമ്മ എന്നാ പറഞ്ഞത്? അഹങ്കാരികളെ, ലുക്ക 1:52 എന്താ? അഹങ്കാരികളെ ചിതറച്ചു, പിന്നെന്താ? വിനയാനെതിരെ ഉയർത്തി. ഇപ്പോൾ സ്വർഗീയ ഇടങ്ങളിൽ പോലും കാണുന്ന തിന്മയുടെ ശക്തി എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എഫെസ്യ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ പ്രാർത്ഥനക്കാരിലും തിന്മയുടെ ശക്തി ഉണ്ടെന്നാണ്. കാലങ്ങളെല്ലാം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആധ്യാത്മിക ഗുരുക്കന്മാരെ കാണും, പ്രാർത്ഥന രൂപിയുള്ള ആൾക്കാരെ കാണും, ഞാൻ എന്നെ തന്നെ കാണും. അപ്പോഴവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ്? സ്വർഗീയ ഇടങ്ങളിൽ പോലും പെരുമാറുന്ന തിന്മയുടെ ശക്തികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഞാനും നിങ്ങളും നിരന്തരമായ ആത്മശോധന എന്ന് പറയുമ്പോഴറിയാമല്ലോ, മനസ്സാന്തരം എന്ന് പറയുന്നത് ഒരു കാലാന്തര പ്രവർത്തനമാണ്. ഇതെപ്പോഴാണ് ശരിയാകണമെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പാടില്ല. മരിക്കണവരെ വിശുദ്ധീകരണ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ ബേസിക്കായിട്ടുള്ള ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതെവിടെയെങ്കിലും വെച്ച് നമ്മൾ ഇവനെ കണ്ടുമുട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. യാക്കോബിന് സംഭവിച്ച പോലെ ദൈവം അടിച്ച് എളി ഉടുക്കാൻ നമ്മൾ കാത്തിരിക്കരുത്. മണ്ടത്തരമാണത്. യാക്കോബാണ് ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത്. യേശാവായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ശത്രു. യേശാവിനെ ഒതുക്കാൻ വേണ്ടി 400 പശുക്കൾ, 40 ഒട്ടകങ്ങൾ, 400 ആടുകൾ, 20 പശുക്കൾ, 40 ഒട്ടകങ്ങൾ, പിന്നെ കുറേ വേലക്കാരും എല്ലാം കൂടി ഒരു കാഴ്ചയായിട്ട്, കൈക്കൂലിയായിട്ട്, ഒരു കോംപ്രമൈസായിട്ട് യാക്കോബ് കൊടുത്തയക്കും. അത് കണ്ട് പ്രസാദിച്ച് പഴയ വെറുപ്പും വൈരാഗ്യമൊക്കെ യേശാവിന് കുറഞ്ഞിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ സമാധാനത്തിൽ കിടന്ന് യാക്കോബ് കരയിൽ ഒറ്റക്കുറങ്ങും. ആദ്യമായിട്ട് യാക്കോബ് ഉത്കണ്ഠയില്ലാതെ ഉറങ്ങണ ഒരു ഉറക്കമാണ്. ആ സമയത്താണ് രാത്രി പിടുത്തം വീഴണത്. പിടിച്ച് വെളുപ്പാങ്കാലം വരെ പിടിച്ചിട്ട് അവസാനം എലി ഉളുക്കിയാണ് പിരിയണത്. യാക്കോബിൻ്റെ കാല് ഉളുക്കിപ്പോവും. നമ്മുടെ സ്വന്തം ബിസിനസ്സുകൾ തകരുമ്പോൾ, നമ്മൾ IELTS തോക്കുമ്പോൾ ഈ പിടുത്തത്തിൽ എവിടെയോ നമുക്ക് ഉളുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. ആരാണോടെ നീ പിടിക്കണത്? അതുകൊണ്ട് തന്നെ അഹങ്കാരം ഉണ്ടോ? ചിലപ്പോൾ നിൻ്റെ പഠനങ്ങൾ നിന്നെ അഹങ്കാരിയാക്കും, ചിലപ്പോൾ നിൻ്റെ പാരമ്പര്യം നിന്നെ അഹങ്കാരിയാക്കും, ചിലപ്പോൾ നിൻ്റെ സെറ്റപ്പ് നിന്നെ അഹങ്കാരിയാക്കും. ഏതെങ്കിലും മാർഗത്തിലൂടെ അഹങ്കാരത്തിൻ്റെ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഉടമ്പടിയിൽ ഇത് കരുതി വെക്കണം. കാര്യം ഉയർത്തപ്പെടാൻ ദൈവം ആഗ്രഹിച്ചാൽ നീ ദൈവം എടുത്താൽ പൊങ്ങാത്ത ചരക്കായിട്ട് മാറും. ദൈവം എടുത്താൽ പൊങ്ങാത്ത ഉരുപ്പടിയായിട്ട് നമ്മളെ മാറ്റണ ഒരു വയസ്സാണ് അഹങ്കാരം. കാര്യം എന്താണ്? വിനയാന്യതരെ ഉയർത്തിയെന്നല്ലേ അമ്മ പറഞ്ഞത്, അല്ലേ? 1:52 എന്ന് പറയുമ്പോൾ വിനയാന്യതരെ ഉയർത്തി. മറ്റവനെ ഉയർത്താൻ പറ്റത്തില്ലെന്ന്. അതെന്താണ്? ദൈവം എടുത്താൽ പൊങ്ങണില്ലെന്ന്. മാതാവേ, പണിയായിരിക്കും. ദൈവം എടുത്താൽ പൊങ്ങാത്ത ഉരുപ്പടിയായിട്ട് നിന്നെ മാറ്റുന്നത് എന്താണ്? അഹങ്കാരമാണ്. ദൈവം ഉയർത്തുന്ന കാര്യം വിനയാന്യതരെയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിനടുത്ത് ഉയർത്താൻ പറ്റാത്ത ഉരുപ്പടിയായിട്ട് എന്നെ ഉയർത്തണം. ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നമ്മൾ ഓരോ ഡേറ്റുകൾ ഓർക്കുകയാണ്.
ഓരോ ഡേറ്റുകൾ ഒക്ടോബർ മാസത്തിലെ അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ മാസ ഡേറ്റുകളെ ആദ്യം ഓർക്കുക. നിനക്ക് പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർത്തിട്ട് നീ മനസ്സിൽ പറയണം, ഞാനീ തീയതി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഈ സമയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കണമെന്ന് പറയണം. ചിലപ്പോൾ നിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, ചിലപ്പോൾ സ്ഥലം അളവിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ കോടതി വിധി പറയണ ഡേറ്റ് ആകാം, ചിലപ്പോൾ ഭാഗവുടമ്പടിയുടെ ഡേറ്റ് ആകാം, ചിലപ്പോൾ MO, ജഹാദ്, IELTS പോലെയുള്ള യോഗ്യത പരീക്ഷയുടെ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ PSC പോലുള്ള മത്സര പരീക്ഷയുടെ ഡേറ്റ് ആകാം. ഡേറ്റുകൾ ഓർക്കുക. ആദ്യം സെപ്റ്റംബർ, പിന്നെ ഒക്ടോബർ, പിന്നെ നവംബർ, ഡിസംബർ. ആ ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നതായിട്ട് പറയുക. ഇനി അടുത്ത കൊല്ലത്തെ ഡേറ്റ് ആണെങ്കിലും നീ ഇപ്പം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഡേറ്റുകൾ ഏൽപ്പിക്കുക. വിവാഹ ഡേറ്റുകൾ, മനസ്സമ്മത ഡേറ്റുകൾ, ചെറുക്കൻ കാണാൻ വരുന്ന ഡേറ്റുകൾ, പെണ്ണ് കാണാൻ വരുന്ന ഡേറ്റുകളൊക്കെ ഓർക്കാം. നാട്ടിലേക്ക് വരുന്ന ഡേറ്റുകൾ, മക്കളാകാം, ജീവിത പങ്കാളികളാകാം, ആരുമാകാം. നാട്ടിൽ നിന്ന് കയറി പോകുന്ന ഡേറ്റുകൾ ഓർക്കുക. വിസ എക്സ്പയർ ആകുന്ന ഡേറ്റുകൾ, സ്ഥലം വിൽക്കുന്ന ഡേറ്റുകൾ, വാങ്ങുന്ന ഡേറ്റുകൾ, വീട് പെരവാസ്തരി ഡേറ്റുകൾ, കോർണർ സ്റ്റോൺ ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ, സ്ഥാപിക്കുന്ന അടിസ്ഥാന ശിലയുടെ സ്ഥാപന ഡേറ്റുകൾ, മരിച്ചുപോയവരുടെ മരണത്തീയതികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവന് ഓർക്കണ സമയമാണത്. നമ്മുടെ കടമയാണ്. ഓപ്പറേഷൻ ഡേറ്റുകളുണ്ടെങ്കിൽ അങ്ങനെ, പ്രഗ്നൻ്റ് ഡേറ്റുകൾ, അല്ലെങ്കിൽ അടുത്തതായിട്ട് കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ്, ഓവുലേഷൻ ഡേറ്റുകൾ എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ സമയങ്ങളും തീയതികളും പരിശുദ്ധ അമ്മ വഴി ദിവ്യകുർബാനയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇടപെടണമേ, എന്നെ സാക്ഷിയാക്കണമേ. പല കാര്യങ്ങളും എൻ്റെ കഴിവില് നിൽക്കാത്തതിനാൽ എന്നെ ശക്തനാക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയുടെ ദൈവിക കൃപയാൽ എല്ലാത്തിലേക്കും എല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. Praise the Lord. ഓരോ കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങളെന്നെ ചിലരെന്നെ നോക്കി പീഡിപ്പിക്കണ പോലെ നിൽക്കണം. ഓരോ കാര്യങ്ങളും നമ്മുടെ തലേന്ന സംഭവം പോയി. ആരെ ഏൽപ്പിച്ചു നമ്മൾ? ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവയവങ്ങൾ മാത്രമാണ്, ഞാനാണ് തലയെന്ന്, അല്ലേ? അപ്പോൾ നമ്മുടെ തലയിലേക്കാണ് നമ്മൾ വിഷയം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളെ തല കൊണ്ടുനടക്കേണ്ട കാര്യമില്ല, ഉണ്ടാ? അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ
എല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, മക്കൾക്ക് സമാധാനം കൊടുക്കണമേ ദൈവമേ. ശരീരത്തിൽ കൈവെക്കുമ്പോൾ എപ്പോഴും ഓർത്തേക്കണം, എന്താ നമ്മുടെ കൈയല്ലേ വെക്കണത്, ആരുടെ കയ്യിലാണ് വെക്കണത്? ഈശോയുടെ തിരുമുറിവാർന്ന കൈകളാണ് വെക്കണത്. നമ്മുടെ കൈകൾ നമ്മളതിന് വേണ്ടി ഒരു മീഡിയം ആക്കുക മാത്രമാണ് ചെയ്യണത്. അപ്പോൾ നമ്മളത് അവസാനം പറയുമല്ലോ, പ്രാർത്ഥിക്കണമെന്ന് പറയും ഈശോനോട്, എൻ്റെ കൈകളല്ല നിൻ്റെ നാമത്തിലാണ് കൈകൾ. അപ്പോൾ ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കണം. സിസ്റ്റുള്ളവർ, അണ്ടാശയത്തിൽ സിസ്റ്റൊക്കെ ഉള്ളവരില്ലേ, ഗർഭാശയത്തിൽ കല്ലുള്ളവർ, ഇപ്പോൾ 14 മില്ലിയുള്ള കല്ലൊക്കെ മൊത്തത്തിലൂടെ ഒഴുകിപ്പോയെന്ന് ആ മോള് സാക്ഷ്യം പറഞ്ഞില്ലേ. നട്ടെല്ലിൻ്റെ എല്ലുന്തിയ അവസ്ഥയാണ്, വേദനയ്ക്ക് കാരണം, ഇപ്പോഴെനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞില്ലേ. സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും എത്രയും വേഗം അത് സത്യമാകുമെന്ന് നിനക്ക് ബോധ്യമുണ്ടാകണം. ഉദരഭാഗത്തുള്ള കുടല്, പാൻക്രിയാസ്, കിഡ്നി, ഗർഭാശയം, ആമാശയം, അണ്ടാശയം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോണത്. അപ്പോൾ അവിടെ കൈ വെക്കണം, അച്ഛൻ പറയുമ്പോൾ പ്രാർത്ഥിക്കണം. ഉദര രോഗമുള്ളവരില്ലേ, ബ്ലീഡിങ് നിൽക്കാത്തവരുണ്ട്, പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഭയങ്കരമാണ്. വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവർ, ഫിഷർ രോഗക്കാർ, മലദ്വാരത്തിൻ്റെ പേശികൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഭയങ്കര കോൺസ്റ്റിപ്പേഷനും പേശി വളർച്ച, അത് PCOD പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പിസ്റ്റുല പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ് ഫിഷർ. അവരെല്ലാം ഒന്നുകിൽ നടുവിന് അല്ലെങ്കിൽ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. നിങ്ങൾ ഓർക്കുക, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള ഏറ്റവും ടോപ്പ് ടൈമാണിത്, അല്ലേ? നിങ്ങൾ സന്തോഷത്തോടെയും കർത്താവെ നന്ദിയോടെ നിൽക്കണം. അച്ഛനിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അടി ഉദരത്തിലെ വിവിധങ്ങളായ രോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം മാരകരോഗങ്ങൾ യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ആ വ്യക്തി ആശ്വാസം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്ന് ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, മോൾക്ക് മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അത് കഥയില്ല, മുടി പോണ എന്താ വലിയ കാര്യമാണെന്ന്. പക്ഷേ ഭയങ്കര കാര്യമാണത്. ശരീരത്തിനുണ്ടാകുന്ന വിഷയം, എല്ലാ കാര്യവും അമ്മ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. ശിരസിൽ മുടി കൊഴിയുന്നൊരു വിശ്വാസത്തോടെ തന്നെ അയ്യോ എൻ്റെ തലയിൽ തപ്പി നോക്കിയാൽ കൊഴി കെട്ടവൻ്റെ പുഴ ഇരിക്കണ പോലെ ഞാൻ തപ്പി നോക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരമൊന്നും കാണിക്കേണ്ട. മുടി കൊഴിയുന്നുണ്ടെങ്കിൽ മര്യാദക്ക് തലയിൽ കൈവെക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ മിശിഹായെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ മക്കളെ സ്പർശിക്കണമേ. ഈശോ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. I command you in the name of Jesus Christ to be healed. ആ ഇടത്തിലൊന്നും ഉണ്ടാകത്തുള്ളൂ.
പക്ഷെ ആരോ ഉണ്ട്. അതുകൊണ്ടാണ് ഈശോ ആ മെസ്സേജ് തരണത്. അപ്പോൾ മുതുക് സംബന്ധമായ എല്ല് വളച്ചിൽ മാത്രമല്ല, അവിടെയുള്ള മരവിപ്പ്, പിടുത്തം, അവിടെ ഈ തോളലിൻ്റെ ഡിസ്ലൊക്കേഷൻസ്, വളവ്, അസ്ഥികൾ, ഇതെല്ലാം. ഇപ്പോൾ ആ എക്സ്റേ കോപ്പി നമ്മൾ കണ്ടില്ലേ, അത് കൂടിയിരിക്കണത്, അടന്നു പോയത്. ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ വൈകല്യങ്ങളും ദൈവമഹത്വത്തിൻ്റെ കാരണമാകാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഡിസബിലിറ്റി അല്ല ഉള്ളത്, പോസിബിലിറ്റി ഫോർ ഗ്ലോറിഫിക്കേഷനാണ് ഉള്ളത്. വൈകല്യമല്ല നമുക്കുള്ളത്, ദൈവമഹത്വത്തിൻ്റെ കാരണങ്ങളാണ്. ആ ഒരു ബോധത്തിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശത്തിനും കൈവെക്കാം. ഇപ്പം സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞില്ലേ, സിസ്റ്ററിൻ്റെ കരളിൻ്റെ ആ എൻസൈം നോർമലായെന്ന് പറഞ്ഞില്ലേ. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ അമ്മ തന്നെ അവരെ സുഖപ്പെടുത്തി. ഇതുപോലെ കുറേ സാക്ഷ്യങ്ങൾ, കരളിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്, കിഡ്നിയുടെ സാക്ഷ്യങ്ങളുണ്ട്. ഹൃദയത്തിന് അസുഖമുള്ളവരെ, കരളിന് അസുഖമുള്ളവർക്ക് നെഞ്ചും കൂട്ടിലേക്ക് കൈവെക്കുക. ബ്രസ്റ്റിന് മുഴ തടിപ്പൊക്കെ ഉള്ളവർ നെഞ്ചിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈശോയുടെ നാമത്തിൽ എൻ്റെ കൈകൾ വെച്ചത്, എന്നെ സുഖപ്പെടുത്തണമേ. നീ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഈശോ ജ്വലിച്ചെഴുന്നള്ളി നിൽക്കണ സ്വർഗീയ നിമിഷങ്ങളിൽ ഞാനൊന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, power of the Spirit, I command you in the name of Jesus Christ, you be healed. മക്കൾ ഇല്ലാത്തവരെ, ഇപ്പം ഇന്നത്തെ സാക്ഷ്യം കണ്ടല്ലേ, ഇരട്ട കുഞ്ഞുങ്ങളുടെ 2 മാതാപിതാക്കന്മാർ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ ഈ മക്കളില്ലാത്തവർക്ക് വേണ്ടി സാക്ഷ്യം പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ ആളെ നോക്കണത് ആരോഗ്യം ഉണ്ടെന്നാണ് നോക്കണത്. എന്താ, ഒറ്റ പ്രസവത്തിൽ 3 പ്രസവിച്ചാൽ പിന്നെ ആ പണിക്ക് പിന്നെ പോകണ്ടല്ല, കാശും പോയാൽ ആശുപത്രികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ 2 കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ, നമ്മുടെ സമയം നമ്മളൊരു ടൈം ചിലവഴിച്ചാൽ മതി. ഇനി വല്ല ജോലിക്ക് വല്ലതും പോകാം. അതുങ്ങളൊന്ന് 6 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് വലിയ അനുഗ്രഹമാണത്. അല്ലെങ്കിൽ ഇതിനെല്ലാം ഡബിളല്ലേ, ഡബിൾ ചാർജും ഡബിൾ ടൈമല്ലേ വരുന്നത്. ഞാൻ ചിരിക്കുന്നില്ല, സീരിയസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കണത്, വെരി സീരിയസ്. നിങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങൾ പണ്ടിനാലേ എനിക്ക് സീരിയസ് ആയിരുന്നു. ദൈവതിരുസന്നിധിയിൽ നമ്മൾ ഗൗരവത്തിൻ്റെ ഒരു നിമിഷമാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവർക്ക് എല്ലാവരും സന്തോഷമായി നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃപയാണ് നമ്മുടെ സന്തോഷം. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ അകലുകയാണ് എന്ന് വിചാരിച്ചോ, അത് താമസിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ആ പിശാചിനെ കെട്ടണേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യണം നമുക്ക് ഇപ്പം തോന്നുമായിരിക്കാം. കുഴപ്പമില്ല, നിങ്ങൾ എങ്കിലും കർത്താവിനോടൊന്നൊരു സ്വകാര്യമായി പറയണം, കർത്താവെ ആ പിശാചിനെ വീണ്ടും വലിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോയി താമസിക്കുന്നതും എനിക്ക് ആത്മഹത്യ ചെയ്യണ പോലെയാണെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എങ്കിലും നിനക്കൊന്നും അസാധ്യമല്ലെന്ന് പറയണം. എന്താ കാര്യം എന്നറിയാവോ, ഈ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ കർത്താവിനൊരു സെക്കൻഡ് മതി. ഇപ്പോഴുള്ള നിൻ്റെ മൈൻഡില്ലേ, എന്താ മൈൻഡ്, ആ പിശാചിനെ കൂടെ താമസിക്കണമെന്നല്ലാതെ ചാകണമെന്നുള്ള മൈൻഡില്ലേ, ഈ മൈൻഡ് ആ പ്രശ്നം. ഈ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ കർത്താവിന് ഒരു സെക്കൻഡ് മതി. ഇപ്പോഴ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ വ്യക്തികൾ, കുറേ വിഷയങ്ങൾ, കുറേ ഓഫീസുകൾ, കുറേ ട്രാൻസ്ഫർ, കുറേ ബോസുകൾ, കുറേ മാനേജർമാർ, കുറേ മേലാളന്മാർ,
ഒരു കാരണവശാലും നിനക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടാൽ നിൻ്റെ ഉള്ള സമാധാനം പോണ അവസ്ഥകൾ, വ്യക്തികൾ കർത്താവിന് സമർപ്പിക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit, touch the fire finger. ഇടിവളകട്ടെ, ഒരു നിമിഷം കൊണ്ട് സകലത്തിന്റെ അഭിഷേകം നൽകട്ടെ. ഹല്ലേലൂയ. നിന്റെ ശത്രുവാണെങ്കിലും കഞ്ഞി കുടിച്ച് കിടക്കട്ടെന്ന് നീ വിചാരിക്കണം. അപ്പം നീ ദൈവ പൈതലാകും. നിന്റെ ശത്രുവാണെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ട എന്ന് നീ മനസ്സിൽ വിചാരിക്കുമ്പോൾ നീ ദൈവ പൈതലാവും. ദൈവ പൈതനായാലുള്ള ഗുണം എന്താണെന്നറിയാവോ? അവകാശിയാകും. അവകാശി. റോമാലേഖനം എന്നാ പറയണത്? മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യമെന്താ? എങ്ങനെയെങ്കിലും ദൈവപൈതലാകാൻ നോക്കണം. അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോഴാണ് നമ്മളെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകണമെന്നാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ചത്. ഇപ്പോഴെന്നാ പറയണത്? റോമാലേഖനം എന്നാ പറയുന്നത്? 8-ാം അധ്യായത്തിൽ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. അപ്പോൾ നമ്മളെല്ലാ മേഖലകളിലും നമ്മുടെ ശത്രുവാണെന്നെങ്കിലും എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്നറിയാം? ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകേണ്ടതിന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതാ സംഭവം. നിൻ്റെ ശത്രുവാണെങ്കിൽ എവിടെയെങ്കിലും പച്ച പിടിച്ച് കിടക്കട്ടെ എന്ന് ധരിക്കുമ്പോൾ നീ ആരായി മാറും? ദൈവപൈതലായി മാറും. അപ്പോൾ നീ ആരായി മാറും? അവകാശികളായി മാറും. എന്തിൻ്റെ അവകാശികൾ? നിന്റെ കർത്താവ് നേടിയെടുത്ത എല്ലാ കൃപയുടെ അവകാശിയായി നീ മാറും. കൈയിട്ടിച്ച് കർത്താവ് ഇന്ന് രണ്ടുപേര് സാക്ഷ്യം പറഞ്ഞ് തകർന്ന തരിപ്പണമായി കടക്കാരായി മാറിയവർ ഉടമ്പടി ചെയ്തപ്പോൾ സാമ്പത്തികമായ കടങ്ങളെല്ലാം മാറി, അതിൻ്റെ ടെൻഷൻ മാറിയത്. ഇപ്പം നമ്മൾ രോഗം വരുന്ന പോലെ തന്നെ ഒരു സങ്കടകാര്യമാണ് ഈ സാമ്പത്തിക കടം. അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ക്യാൻസർ രോഗിയും ഒരു സാമ്പത്തിക കടമുള്ള ആൾക്കാരും ഒരുമിച്ച് വന്ന് ഞാൻ രണ്ടിനും ഒരേ ടൈമാണ് കൊടുക്കുന്നത് പ്രാർത്ഥിക്കാൻ. എന്താ കാര്യം? രണ്ടും ഒരുപോലെ സീരിയസ് ആയതുകൊണ്ടാണ്. അപ്പോൾ സാമ്പത്തികമായ കടങ്ങളുടെ മേലെല്ലാം അതിന് ഒരു മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ട് നീ രക്ഷപ്പെടാനുള്ള. അമ്മ ചോദിച്ചാൽ തീർച്ചയായും ആ മാർഗം കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വരുമാന മാർഗം കുറവുള്ളവർ, ഉള്ള വരുമാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾ ശ്രുതികേട്ട ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ കടങ്ങളെ പരിഹരിക്കണമേ, കർത്താവേ കടങ്ങളെ പരിഹരിക്കണമേ, കർത്താവേ ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. സാക്ഷ്യം പറയാൻ പറഞ്ഞ് ദൈവനാമ മഹത്വപ്പെടാൻ ഇടയാക്കണമേ, കർത്താവേ. പഠനം നിന്ന് പോയവരെ, അതായത് കൺഫ്യൂഷനിലായിപ്പോയവർ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ഐഡിയ ഇല്ലാത്തവരെ. ചില ആൾക്കാർ പറയത്തില്ല, ഭർത്താവ് മരിച്ചു പോയപ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ലെന്ന്. അവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഭർത്താവ് ജീവിച്ചതിനേക്കാൾ വലിയ സംഘർഷത്തിൽ ദൈവം കൊണ്ട് എത്തിച്ച കാര്യങ്ങളാണ് അവർ പറയണത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവപൈതലേ, കുരിശിൽ അവൻ പരിഹാരമെന്നാണ് നമ്മൾ അവനെ വിളിക്കുന്നത്. പാപത്തിന് പോലും പരിഹാരം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിൻ്റെ പരിതാപാവസ്ഥയ്ക്ക് 10 വട്ടം പരിഹാരം കാണും അവൻ്റെ കയ്യിൽ. അമ്മ ചോദിച്ചാൽ തരും, പെട്ടെന്ന് തരും. നിൻ്റെ വിവാഹ താമസങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയമാണ്. നിൻ്റെ സ്ഥലം വിറ്റുമാറാത്ത അവസ്ഥ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയമാണ്. നിനക്ക് വഴിയില്ലാത്ത അവസ്ഥ, നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയിട്ടുള്ളവരുണ്ട്, തടഞ്ഞു വെച്ച് ഇരിക്കുന്നവരെ, കൈമോശം വന്നവരുണ്ട്. ഇനി ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്. എല്ലാത്തിനും സമാധാനമുണ്ട്. സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി. എല്ലാത്തിനും നിൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് നിനക്ക് സംഭവിച്ചതെന്ന്
നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞാലും നീ നിന്നെ കുറ്റപ്പെടുത്തരുത്. നിൻ്റെ ദൈവം നിന്നെ കുറ്റപ്പെടുത്താത്തോളം കാലം നിനക്ക് നിന്നെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. പറഞ്ഞ മനസ്സിലായോ? എല്ലാവരും പറയും നിൻ്റെ കുഴപ്പമാണ്, നിനക്ക് എടുപ്പാ, നിനക്ക് തിരക്ക് കാശിലായിട്ട് ചെയ്തതാണ്, അന്നത് ചെയ്യേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഇപ്പം എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നീ മിണ്ടരുത്. കാര്യം എന്താ? നീ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിനക്കൊരു തീരുമാനം അമ്മ തരും എന്ന് നീ പ്രത്യാശിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിൻ്റെ ജോലി, നിൻ്റെ ഡെഡ് എൻഡ് പോലെ ഇടിച്ചു നിൽക്കുന്ന, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ചില സാഹചര്യത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ അയ്യോ ഞാൻ അത്രയും ഓർത്തില്ല എന്ന് പറയും. അപ്പം അതിനെക്കുറിച്ച് ഇനി നീ പരിതാപപ്പെടരുത്, അത് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചാൽ മതി. കർത്താവ് ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ബലഹീനത ഉൾപ്പെടെയാണ് ഏറ്റെടുത്തത്, അല്ലേ? പാപം മാത്രമല്ലല്ലോ, നമ്മുടെ ബലഹീനത വെച്ചാൽ നമ്മുടെ ഓർമ്മക്കുറവുകളും തക്ക സമയത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥകളും നമ്മുടെ ബുദ്ധിമോശവും ഒക്കെ എല്ലാം കൂടി ഏറ്റെടുത്തിരിക്കുക. അവൻ നിൻ്റെ എല്ലാ വൈകല്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അവനത് ഉയർപ്പായി മാറ്റിയിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു ഉയർപ്പിച്ചവൻ നിന്നെ ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കണം. ശ്രുതികട ഹല്ലേലൂയ. യേശു കൃപയാലേ പത്രവും മറ്റു നേർച്ച വസ്തുക്കൾ എടുക്കുക, വെഞ്ചരിക്കാൻ പോവുകയാണ്. പേഴ്സൊക്കെ സൂക്ഷിക്കണം കേട്ടോ. മാല കള്ളന്മാരൊക്കെ ഉണ്ടാകും, മാല സൂക്ഷിക്കണം. ചെരുപ്പില്ലേ, ചെരുപ്പ് സൂക്ഷിക്കണം. നിങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഇവിടെ കുറേ 100 ചെരുപ്പ് കിടക്കണം കാണാം. ഒരു ചെരുപ്പിന് എന്നാ വിലയാണ്? ഏറ്റവും കുറഞ്ഞത് 300 രൂപയെങ്കിലും ഉണ്ട്. ശ്രദ്ധിക്കാതെ കളയണേ. എന്തിനാ? എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട്, ഇപ്പോൾ ആൾക്കാരെ കയറുന്നവർ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. അവർ മാത്രം ചെരുപ്പ് ഊരിയാൽ മതിയല്ലോ, വേറെ ആരും ചെരുപ്പ് ഊരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. നിറച്ച ബസ് എടുത്തോ? ഓക്കെ, പറയാം. അപ്പോൾ 26-ാം തീയതി ബ്ലോക്ക് ചെയ്യണേ. ഒക്ടോബർ 26 ബ്ലോക്ക് ചെയ്യണം. ഇന്ന് കലണ്ടർ ബ്ലോക്ക് ചെയ്യണം. നമുക്ക് മാതാവിൻ്റെ കൂടെ പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കണ വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഒക്ടോബർ 26. കറക്റ്റ് 7 മണിക്ക് തുടങ്ങും കേട്ടോ. പിന്നെ ചെയ്യേണ്ട കാര്യം, ഈ പത്രം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുന്ന പത്രമാണ്. കാരണം ആവശ്യത്തിന് ഇപ്പം നിങ്ങൾക്ക് വളരെ പാവപ്പെട്ട ഉദ്ദേശിച്ചിട്ടാണ് അച്ഛൻ പത്രത്തിൻ്റെ എണ്ണം കുറച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള ഉടുപ്പല്ലത്. പൈസ ഉള്ളവർ പൈസ ഉള്ള പോലെ 10, 100, 200 ഒക്കെ പത്രം മേടിച്ചിട്ട് കൊതിയോടെ വിതരണം ചെയ്യണം. പ്രാർത്ഥിച്ച്, കർത്താവേ ഈ പത്രം വാങ്ങിക്കുന്നവർ നിന്നെ, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ തന്നെ എങ്ങനെ വന്നത്? പത്രം കിട്ടിയാൽ വന്നതല്ലേ. ക്യാൻസർ പിടിച്ച കുഞ്ഞിനെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? അമൃതയുടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു പത്രം കിട്ടിയെന്നല്ലേ വന്നത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പത്രം വഴി എത്രയോ പേരാണ് ദൈവത്തിന് അറിയണത്. അപ്പം 100 പേരാണ് ഈ മാസം അറിയണമെങ്കിൽ അത്രയും ദൈവാനുഗ്രഹമല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ പത്രം വിതരണം ചെയ്യുമ്പോൾ ആവേശത്തോടെയും പ്രാർത്ഥനയോടെയും ചെയ്യണം. അത് വാങ്ങിച്ച് കൊടുക്കണം. രാത്രി നിന്ന് പ്രാർത്ഥിക്കണം. വല്ലപാട് ഇതൊന്ന് വിതരണം ചെയ്താൽ മതിയായിരുന്നെന്ന് പറയരുത്. ചിലപ്പോൾ ഒരു ദിവസം 10 വിതരണം ചെയ്താൽ മതി. ഇപ്പം 100 ഉണ്ടെങ്കിൽ 100 പത്രം ഉണ്ടെങ്കിൽ 10 വിതരണം ചെയ്താൽ മതി. ബാക്കിയുള്ളത് അടുത്ത ദിവസം, പിന്നെ അടുത്ത ദിവസം, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യണം. കർത്താവേ വിതരണം ചെയ്യണതല്ല, വിതരണം ചെയ്യാനല്ല പ്രശ്നം, ഇത് ജനങ്ങളെ വായിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഇത് വായിക്കാൻ സാധ്യതയുള്ള എല്ലാ ജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അത് പ്രാർത്ഥിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നിൻ്റെ കൃപ അവർക്ക് ലഭിക്കണേ. അവരുടെ വേദനയ്ക്ക് നീ ഒരു പരിഹാരമായിട്ട് അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കണമേ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആരാണ്ട് അടുപ്പക്കാരനാണെന്ന് തോന്നിയ കാര്യം എളുപ്പമായി. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പരിപാടി. എനിക്ക് പണ്ടൊക്കെ ഈ പെന്തക്കോസ്തുകാരൊക്കെ അമ്മയെക്കുറിച്ച് തോന്നിയവാസവും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ഒക്കെയായിരുന്നു. ഞാൻ അമ്മയുടെ മുമ്പിലൊക്കെ പ്രാവശ്യം നിന്നിട്ടുണ്ട്, അമ്മ ഇതിനൊക്കെ സമാധാനം പറയണമെന്ന്. അപ്പോഴാണ് ഇന്നിപ്പോൾ കൃപാസനത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും ഈ പെന്തക്കോസ്തുകാർ പറഞ്ഞതെല്ലാം ഭയങ്കര കള്ളത്തരമാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തതെന്നുള്ളത്. അമ്മ ഒരു വലിയ യാഥാർത്ഥി. നമ്മുടെ കരിസ്മാറ്റിക് കാര്യം തുടങ്ങിയ കാലത്ത് കരിസ്മാറ്റിക്കാരുടെ കൂട്ടത്തിൽ ആദ്യ ബ്രദർമാരും ആദ്യ തലമുറയും അച്ഛന്മാരും ഒക്കെ അമ്മയ്ക്കെതിരായിരുന്നു. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്ന കാലത്ത് ചില അച്ഛന്മാർ പെന്തക്കോസ്തിൽ പോവുകയും ചെയ്തായിരുന്നു. ഓർക്കണ്ട, ചില അച്ഛന്മാരൊക്കെ വരാപ്പുഴ കണ്ടേ. അപ്പം ഒരു കാലമായിരുന്നത്. അന്നൊക്കെ കണ്ണീരോടെ കൊന്തം ചൊല്ലി അമ്മയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അതിനൊക്കെ നിന്ന് അമ്മ മറുപടി തരണം. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്, സത്യത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടം. ഈ കാലഘട്ടത്തിൽ സത്യത്തെ തിരിച്ചറിയിക്കാനും തെളിയിക്കാനും ഉള്ളൊരു വിളിയാണ് നിങ്ങൾ ഉടമ്പടിയിലൂടെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ വേണം എൻ്റെ മക്കൾ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഈ നേർച്ച വസ്തുക്കളില്ലേ, ഇത് അമ്മ നമുക്ക് നീ കൊണ്ടുപോയി ജീവിച്ചോളാൻ വേണ്ടി തന്നതാണ് ഇല്ലേ. ഈ നേർച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? ഉപ്പ്, കാശ്രീവം, ഉടമ്പടി, തൈലം. ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യണത് പരമാവധി നിവൃത്തി ഉള്ളിടത്തോളം കാലം ഉടമ്പടി ചെയ്ത ആൾക്കാർ തന്നെയാണ് അത് കൊണ്ടുപോയി. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നിനക്ക്, പക്ഷെ നീ ആയിരിക്കണം അത് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. വിശ്വാസപ്രമാണം ചെല്ലുക. അല്ലെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളെ, ഇപ്പം അന്യരാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ ഉടമ്പടി തൈലം കൊടുത്തു വിടാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരോട് പറയണം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് വേണം അത് വിശ്വാസപ്രമാണം ചൊല്ലി അപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? അത് തന്നെ ഉപ്പും അത് എല്ലാ കാര്യങ്ങളും. എപ്പോഴും ഉടമ്പടി നേർച്ച വസ്തു മേടിക്കുമ്പോൾ കൃപാസനം കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്, അതായത് കൃപാസനത്തിന് നേർച്ച വസ്തു ഉള്ളത്. നാട്ടുകാരുടെ വിൽപ്പന ചരക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കണതിൻ്റെ കൊണ്ട് നമുക്ക് ഇത് വെഞ്ചരിച്ച സാധനം വാങ്ങിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഇപ്പം വെഞ്ചരിക്കുക മാത്രമല്ല, ഇതൊരു 5-6 പ്രാവശ്യം വെഞ്ചരിച്ച വസ്തുക്കളാണ്. ഇപ്പം നിങ്ങൾ ഉപ്പ്, ആ തേന് പോലും ഞങ്ങൾ തരണത് പെൽപ്പറ്റ് ബോട്ടിൽ, കൊക്കക്കോള ബോട്ടിൽ, രാസപ്രക്രിയ നടക്കാത്ത ബോട്ടിലാണ് വാങ്ങിച്ചു തരണത്. അതാണ് അതിന് വില കൂടിയിരിക്കണത്. കാര്യം ഈ ആൾക്കാർ രോഗികളൊക്കെ ഉപയോഗിക്കണതല്ലേ, നമ്മൾ കുറേ നാൾ ഇരിക്കണതല്ലേ. അപ്പോൾ ഇത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സീരിയസാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ശ്രദ്ധിച്ച് തരണത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പോൾ ഇന്നാളൊരു ചേട്ടൻ തേന് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് എൻ്റെ ഇത് പഞ്ചാര കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല പരിപാടിയാണ്. ഇത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് ആലപ്പുഴ രൂപത വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കാനാണ് GST അടച്ച്. അത് വീടുകളിൽ നിന്ന് പൂവിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്തെടുക്കുന്ന തേനാണ്, ശുദ്ധമായ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോഴേ വല്ല കുഞ്ഞുങ്ങളെടുത്ത് കുടിച്ചിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പഞ്ചാര ഒഴിച്ച് വെച്ചാൽ പണിയായിരിക്കും. അതുകൊണ്ട് നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗം കഴിഞ്ഞാൽ പെട്ടി വെച്ച് ലോക്ക് ചെയ്ത് കളയണം. കാര്യം അത്രയും സീരിയസ് ആ വിഷയം. ഒരു ക്യാൻസർ സുഖപ്പെടണം, ഒരു മുഴ സുഖപ്പെടണം. പിന്നെ മുഴ കാണുന്നില്ലെന്നല്ലേ പറയണത്. അത് സുഖപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപയും മുടക്കണം, ആശുപത്രി 90 ദിവസം കിടക്കുകയും ചെയ്യണം, 330 ദിവസത്തെ പണിയും പോകും ഇല്ലേ. അതാണ് ചുമ്മാ ഇതിൻ്റെ ഒരു 4 അംശത്തിൽ ഒരെണ്ണം കൊണ്ട് ചെയ്യണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഈ നേർച്ച വസ്തുക്കളല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാ നമ്മളെ സുഖപ്പെടുന്നത്? കർത്താവ് യേശു ക്രിസ്തു അമ്മയുടെ മധ്യസ്ഥയിലാണ് സുഖപ്പെടുത്തുന്നത്. ആ വിശ്വാസവും വിശുദ്ധിയുമാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വിശ്വാസം വിശുദ്ധി ഇല്ലാത്തവർ നേർച്ച വസ്തു ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളെ തന്തൊക്കെ വിളിച്ചാലും ഉണ്ടാകുന്ന പോരണം. എന്താ കാര്യം? അവനെ തിരിച്ച് തളക്കി വിളിച്ചിട്ട് നമുക്കൊന്നും കിടാനില്ല, ഉണ്ടാവും ഇല്ല. നാട്ടുകാരുടെ കൂട്ടത്തിൽ വെച്ച് വിളിച്ചാൽ പോലും നിങ്ങൾ ദേഷ്യപ്പെടരുത്. എന്താ കാര്യം? നമ്മൾക്കിതൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ആൾ വേറെ ഉണ്ട്. നിൻ്റെ കാര്യം നീ തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, പക്ഷേ ചോദിക്കേണ്ട ആൾക്കാർ കൃത്യമായി ചോദിച്ചിരിക്കും, ഡേറ്റ് ഇട്ട് ചോദിച്ചിരിക്കും.
ആവശ്യമെന്ന് കണ്ടാൽ. അപ്പോൾ അവനായാലും നല്ലത്, ആർക്കായാലും നല്ലത് അനുതാപപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള എല്ലാവർക്കും അനുതാപം ഉണ്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ ശത്രുക്കൾക്ക് എന്താ വേണ്ടത്? നശിച്ചു പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? അനുതാപം ഉണ്ടായി നീ അവരെ ദൈവത്തെ അറിയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഷെയറിങ് ആണ്. യൂട്യൂബും എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഇപ്പം നിങ്ങൾ സെപ്റ്റംബർ 25 അല്ലെങ്കിൽ ഒക്ടോബർ 1 ഡേറ്റ് ഇട്ടെന്ന് വിചാരിച്ചോ, ആരാധന കൃപാസനം തുടങ്ങുമ്പോഴൊക്കെ നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂട്യൂബ് എടുത്തിട്ട് നേരെ ലൈവായിട്ട് കയറിയേക്കണം. എന്നിട്ട് അപ്പം തന്നെ ഡേറ്റ് അടിച്ചിട്ടേക്കണം. അപ്പം തന്നെ ഡേറ്റ് അടിച്ചിടണം. അമ്മയ്ക്ക് ഡേറ്റ് നമ്മൾ ഡേറ്റ് ഇട്ട് വെച്ചിടും. പിന്നെ അമ്മ തീരുമാനിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. അമ്മ തീരുമാനിക്കുന്ന ഡേറ്റ് തീരുമാനിച്ചാൽ നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാളും സൈഡ് എഫക്ട്സ് കുറവായിരിക്കും, കറക്റ്റായിരിക്കും അത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ് വെച്ചിട്ടേക്കണം. ആരാധന തുടങ്ങുമ്പോൾ തന്നെ കയറി, എന്നിട്ട് ആ ആരാധന കൂടി ഇരുന്ന് പരിശുദ്ധി. ഇപ്പോൾ ഇന്ന് തന്നെ കണ്ട സാന്ത്വനാഭിഷേകം കൂടിയിട്ട് ദിവ്യകുർബാനയെ തൊട്ടിട്ട് പോലും ആൾക്കാർക്ക് സൗഖ്യമാണ്. അതാണ് ഈ ശുശ്രൂഷയുടെ ഒരു റേഞ്ച്, അതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ യൂട്യൂബിൽ കൂടിയാലും ഇവിടെ വന്ന ആരാധന കൂടുന്ന ഇഫക്റ്റാണ്. ഇവിടെ ഒരു പ്രാവശ്യം മാത്രം മക്കൾ വന്നാൽ മതി, ഒരു മാസം ഒരു പ്രാവശ്യം. പക്ഷെ അത് വന്നിരിക്കണം, അത് ഉടമ്പടിയുടെ ഭാഗമാണത്. ഉടമ്പടിയുടെ ത്യാഗമാണത്. കാര്യം ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നത് അറിയാമല്ലോ, നീ അറിയാമല്ലോ ത്യാഗത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഒന്നും പറയാതിരിക്കുകയല്ലേ. ഏറ്റവും കൂടുതൽ ലോകത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇരിക്കാനും പറ്റത്തില്ല, നിൽക്കാനും പറ്റത്തില്ല. പക്ഷെ അതെല്ലാം നിങ്ങൾ ത്യാഗത്തിൻ്റെ ഭാഗമായിട്ട് സന്തോഷത്തോടെ കാഴ്ചവെക്കണം. ഇടിയും ബഹളവും ഒന്നും നടക്കേണ്ട കാര്യമില്ല. പറ്റുന്ന സമയത്ത് പതുക്കെ പോയാൽ മതി. അപ്പോൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഷെയർ ചെയ്യണം. പത്രം കൊടുക്കുമ്പോൾ നമ്മൾ വണ്ടി കയറി പോകണം. ഇപ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ കൃപാസനത്തിൽ കിട്ടുന്ന സാക്ഷ്യങ്ങൾ, ഇപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ ആ സിസ്റ്റർ പറഞ്ഞില്ലേ, നാട്ടിൽ വന്നിട്ട് ഞാൻ കൃപാസനം അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇറ്റലി വെച്ചാണ് അവരറിഞ്ഞത്. അവിടെ വെച്ച് അവർ തിരിച്ചു വന്നു. അമ്മ ഈശോ സിസ്റ്റർ സുഖപ്പെടാൻ വരെ ഇടയായി. ഫേസ്ബുക്ക് ആരോ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾ അനേകം മക്കളിലേക്ക് ഇത് റീച്ച് ചെയ്യിക്കുക. അപ്പോൾ ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇത് കാണുന്നവരെല്ലാം മനസ്സൊന്നപ്പെടാനും ദൈവത്തെ അറിയാനും വിശുദ്ധി ജീവിക്കാൻ ഇടയാക്കണമേ. നേരത്തെ ഉയർത്തി പിടിച്ച് വിശ്വാസ പ്രമാണം ചെയ്യലേ. Lord Jesus Christ, for our peace. The fasting Lord Jesus Christ, for our peace. The fasting and the authority of the Catholic Church, with merit of our Holy Priest, I bless our Lord's peace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ബാക്കി അറിയിപ്പുകളെ പ്രദേശം പറയും. ഇപ്പോഴേ സമാപന ആശീർവാദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നു. നമ്മളെ അനുഗ്രഹിച്ച ഈശോയോട് ഈശോയെ നന്ദി വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഈശോയെ നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും.